വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ PSC GK റാങ്ക് കോർണറിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഗാനറ്റ്സ് എന്നാണ്. എന്താണ് ഗാനറ്റ്സ്? GANNETS ഗാനറ്റ്സ്. എന്താ ഗാനറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗാനറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയുടെ പേരാണ്. ഇതൊരു കടൽ പക്ഷിയാണെന്നും കൂടെ മനസ്സിലാക്കാം. ഈ കടൽ പക്ഷിയുടെ പ്രത്യേകത എന്താ അറിയോ നിങ്ങൾക്ക്? ഈ കടൽ പക്ഷിക്ക് 30 അടിയോളം താഴ്ചയിൽ പോയിട്ട് മീൻ പിടിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള കടൽ പക്ഷിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ കടൽ പക്ഷിയെ കുറിച്ചാണോ നമ്മൾ ഇവിടെ പഠിക്കണേ? അല്ല. ഗാനറ്റ്സ് എന്ന് പറയുന്ന പേരില് ഒരു ടീം ഇന്ത്യയിൽ ഇപ്പൊ പുതിയതായിട്ട് പരിശീലനം നേടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ ടീമിന്റെ പേരെന്താന്ന്, ടീമിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് ടീമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് ടീമാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വനിതാ സ്കൂബ ഡൈവിംഗ് ടീം പരിശീലനം നേടി പുറത്തിറങ്ങിയത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലാണ്. അപ്പൊ കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് ടീമാണ് ഇത്. ഈ ഡൈവിംഗ് ടീമിന്റെ, വനിതാ സ്കൂബ ഡൈവിംഗ് ടീമിന്റെ പേരാണ് ഗാനറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഗാനറ്റ്സ് എന്ന് ഇവർക്ക് പേരിടാൻ കാരണം മനസ്സിലായില്ല. കടൽ പക്ഷിയുടെ പേര് അവർക്ക് കൊടുത്തേക്കണം. ഇവരുടെയും പണി അത് തന്നെയാണോ? ആഴത്തിലേക്ക്, വെള്ളത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി പോവാന്നുള്ള പണി തന്നെയാണ് ഇവരും ചെയ്യണത്, അല്ലെ? മീൻ പിടിക്കാനല്ല എന്ന് മാത്രം. അപ്പോ ഇവര് കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാര്, വനിതകൾ ധാരാളം ഉണ്ടല്ലോ, അവരിൽ നിന്ന് 17 പേരെയാണ് ഈ ടീമിലേക്ക് തിരഞ്ഞെടുത്തത്. ഇവർക്ക് പരിശീലനം കൊടുക്കുകയുണ്ടായി. 30 മീറ്റർ ആഴത്തില് ഡൈവ് ചെയ്യാനുള്ള പരിശീലനം വരെ ഇവർക്ക് കൊടുക്കുകയുണ്ടായി. അപ്പൊ അത് കൊടുത്തിട്ടുള്ളത് എവിടെ വെച്ചാണ്? തൃശൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അക്കാദമിയിൽ നിന്നാണ് അവർ എന്ത് നേടിയത്? പരിശീലനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയത് കേട്ടോ. അപ്പൊ നമ്മൾ ഓർത്തു വെക്കേണ്ട എന്താണ് ഓർത്തു വെക്കേണ്ടത്? രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് ടീം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് ടീം ഏതാണ്? ആ ടീമിന്റെ പേരാണ് ഗാനറ്റ്സ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് ടീം എവിടെയാണ് പരിശീലനം നേടി പുറത്തിറങ്ങിയത്? ഏത് സംസ്ഥാനത്താണ്? അത് കേരളത്തിലാണ്. എവിടുന്നാണ് അവർ ട്രെയിനിങ് നേടിയത്? തൃശ്ശൂരിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അക്കാദമിയിൽ നിന്ന്. ആ വനിതാ സ്കൂബ ഡൈവിംഗ് ടീമിൽ, കേരളത്തിലെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് ടീമിൽ എത്ര ലേഡീസ് ആണുള്ളത്? 17 ലേഡീസ് ആണുള്ളത്. ഇനി ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക, ഗാനറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇനം കടൽ പക്ഷിയാണ്. ആ കടൽ പക്ഷിക്ക് 30 അടി താഴ്ചയിൽ പോയിട്ട് മീൻ പിടിക്കാൻ ശേഷിയുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക് ആണെന്ന് നമ്മൾ പഠിച്ചത് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുക വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓപ്പൺ ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഓരോ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.